സർക്കാർ ആദ്യം തന്നെ ശ്രമിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് കിട്ടിയിട്ട് അതിൽ നിന്ന് ഇത്തരത്തിലേക്കുള്ള പോകാം, ആ ഫണ്ട് ഉപയോഗിക്കാമെന്നായത്. അത് കിട്ടാനുള്ള സാഹചര്യമില്ല എന്നുള്ളപ്പോൾ ഏതാണ്ട് തീർച്ചയായി. പാലാരിവട്ടം പാലം പോലെയുള്ള ഒട്ടനവധി വർക്കുകൾ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി അതിൻ്റെ ഡോക്യുമെൻ്റ് നേരിട്ട് കണ്ടപ്പോഴാണ് ഇവർക്കും നിലപാടിലേക്ക് സ്വാഗതം. NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി നമ്മോടൊപ്പം ചേരുന്നു. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പം വയനാട് പുനരധിവാസത്തിന് വേണ്ടി ഒരുപാട് ശബ്ദങ്ങൾ ഉയർന്നു. ഒരുപക്ഷെ അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകളും വയനാട് പുനരധിവാസം വേഗത്തിലാക്കണമെന്നുള്ള പ്രസ്താവന പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റുദ്യോഗസ്ഥരുമെല്ലാം ഇതിൻ്റെ പാക്കേജ് പ്രഖ്യാപിക്കുകയുണ്ടായി. 750 കോടി രൂപയുടെ ടൗൺഷിപ്പ് പദ്ധതിയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെയും നിർമ്മാണ ചുമതല കൊടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. തുടർച്ചയായിട്ട് സർക്കാരിൻ്റെ എല്ലാ നിർമ്മിതികളുടെയും ചുമതല ഊരാളുങ്കലിന് ലഭിക്കും. അതിനെ എങ്ങനെയാണ് നോക്കുക? അതിനകത്തെന്തെങ്കിലും അസാധാരണമായ നടപടിയാണെന്ന് തോന്നുന്നുണ്ടോ? നമ്മളതിൽ മറ്റു പല കാര്യങ്ങളോട് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇതിനെപ്പറ്റി പറയുമ്പോൾ. ഒന്നാമതായിട്ട് ഈ സർക്കാർ ആദ്യം തന്നെ ശ്രമിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് കിട്ടിയിട്ട് അതിൽ നിന്ന് ഇത്തരത്തിലേക്കുള്ള പോകാം, ആ ഫണ്ട് ഉപയോഗിക്കാമെന്നായത്. അത് കിട്ടാനുള്ള സാഹചര്യമില്ല എന്നുള്ളപ്പോൾ ഏതാണ്ട് തീർച്ചയായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇത്തരത്തിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുകയും ആ പ്രൊജക്റ്റ് നേരത്തെ ഈ പറയുന്ന ഇതുണ്ടാക്കേണ്ട ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഊരാളുങ്കൽ ഒരു പെട്ടെന്നൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതല്ല. കാരണം ഒരു പ്ലാനിങ് വേണമല്ലോ. ഇത്രയധികം അതിൻ്റെ എല്ലാ ഇതും സ്റ്റഡി ചെയ്തുകൊണ്ട് എത്ര റിക്വയർമെൻറ്റ് അതിനോടുകൂടി ബാക്കിയെല്ലാം സൗകര്യങ്ങൾ ഒരുക്കണം. അപ്പോൾ അത്തരം വിശദമായൊരു പ്രോജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ ഊരാളുങ്കലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അവിടെ പ്രശ്നം എന്താണെങ്കിൽ ഈ കിഫ്ബിയുടെ മേൽനോട്ടം എന്ന് പറയുന്നതിന് അർത്ഥമില്ല. കാരണം ഈ കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് പണ്ട് തോമസ് ഐസക്ക് മന്ത്രിയായിരിക്കുന്ന കാലത്ത് PWDയിൽ പല പ്രശ്നങ്ങളുണ്ടായപ്പോൾ അതിന് ഒരു തടയിടുന്നതിന് വേണ്ടി കോൺട്രാക്ടേഴ്സിൻ്റെ വെട്ടിപ്പം അല്ലെങ്കിൽ ഒഫീഷ്യൽസിൻ്റെ ഇതൊക്കെ നടന്നപ്പോൾ അതിനുവേണ്ടി കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് ഒരു ചാർജ് കൊടുത്തു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റേറ്റിനേക്കാൾ 10% കൂടുതൽ അതിലേക്ക് കൊടുത്തു. ആ 10% കൂട്ടിക്കൊണ്ട് കൊടുക്കും. ആ 10% ആർക്കുള്ള കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ. അപ്പോൾ അതുകൊണ്ട് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും ആ ഒഫീഷ്യൽസിന് ഒരു ഡ്യൂട്ടിയായി, മാത്രമല്ല ഒരു വരുമാനമായി. അപ്പോൾ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ നമ്മൾ സാധാരണ IAS ഒഫീഷ്യൽസാണ് അതിൻ്റെ MDയും മറ്റു അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരു കൺട്രോൾ വരുന്നുണ്ട്. പക്ഷേ അവിടെ സംഭവിച്ചെന്താ, ഈ പാലാരിവട്ടം പാലം പോലെയുള്ള ഒട്ടനവധി വർക്കുകൾ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി അതിൻ്റെ ഡോക്യുമെൻ്റ് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ചവറയിലെ ITIയുടെ കൺസ്ട്രക്ഷന് സാധാരണ നിലയ്ക്കുള്ള റേറ്റിനേക്കാൾ 42% കൂട്ടിയ റേറ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു നെക്സസ് ഉണ്ടായിരുന്നു. അന്ന് ചെയ്തിരുന്നതാണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നു, അതെന്തെങ്കിലും കാരണമായിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അവസാനം ഒരു പീരീഡ് കഴിഞ്ഞിട്ട് പൂർത്തിയാക്കാതെ ആ സമയത്ത് ഇനി ഈ പൈസയ്ക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊരു റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് കൊടുക്കുകയാണ്. അതിനെ ഇവിടെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് കൊടുക്കുന്നത്. അവരതിനെ അലോ ചെയ്യാണ്. പക്ഷേ ഗവൺമെൻറ് സെക്രട്ടറി അതിന് ഇത് ചെയ്യണം. അപ്പോൾ ആ കാലഘട്ടത്തിൽ സൂരജ് ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ. ആ സൂരജ് തന്നെയായിരുന്നു PWDയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. അപ്പോൾ ഇവിടുന്ന് അവിടുത്തെ MD സാങ്ഷൻ ചെയ്യും, ചെയർമാൻ സൂരജാണ്. അപ്പുറത്ത് ചെല്ലുമ്പോൾ സൂരജ് അതിന് സാങ്ഷൻ കൊടുക്കും. 42% ആണ് അതിൽ എഴുതിയിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്ന് കൃത്യമായിട്ട് അറിയുന്നതല്ലേ. കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ അങ്ങനെ നിൽക്കാൻ പാടും. അപ്പോൾ ഇത് സർക്കാരിൽ തന്നെ പല വഴികൾ നോക്കണം. തോമസ് ഐസക്ക് കൊണ്ടുവന്നത് കൃത്യമായിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയതാണ്. പക്ഷേ അത് അടുത്ത ഗവൺമെൻറ് വന്നപ്പോൾ ദുരുപയോഗം ചെയ്തു. അതിനെ ഉപകാരപ്രദമായിട്ട് ഉപയോഗിച്ചു ഉണ്ടായതാണ്. അല്ലെങ്കിൽ 42% കൊടുക്കാൻ പാടില്ല. ഇത് തന്നെയാണ് കിഫ്ബിക്ക് അത്തരത്തിലുള്ള സൂപ്പർവൈസറി ഇതിനുള്ള ഇതൊന്നുമില്ല. മനസ്സിലായോ? മൊത്തത്തിൽ ഫിനാൻഷ്യൽ കൺട്രോളുണ്ട്, നോക്കാമെന്നുള്ളതിനപ്പുറമുള്ള ഈ കൺസ്ട്രക്ഷനിൽ ബാക്കി ആക്ടിവിറ്റീസ് ഇല്ല. അപ്പോൾ മാത്രമല്ല, എന്തുകൊണ്ട് ഊരാളുങ്കലിന് കൊടുക്കുന്നതെന്ന് ചോദ്യം അവിടെ വരുന്നുണ്ട്. അതൊരു സൊസൈറ്റി ആയതുകൊണ്ട്. സൊസൈറ്റി ഇത്തരം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിൽ വന്നിട്ടുള്ള ഇവർ മാത്രമല്ല പലരും ഉണ്ട്. പക്ഷേ ഊരാളുങ്കലിന് കൊടുക്കുന്നതിൽ ഒരു ടെൻഡർ പോലും വിളിക്കാതെ ഇങ്ങനെ കൊടുത്തു എന്നുള്ളത് നമ്മളാരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഊരാളുങ്കലിലെ കൺസ്ട്രക്ഷൻ ഇപ്പോഴാണ് അറിയുന്നത്, ഇത്രയും വർക്കെല്ലാം കഴിഞ്ഞ ശേഷം. അപ്പോൾ അത് മാത്രമല്ല, 16 ലക്ഷത്തിന് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതിൽ നിന്ന് പലരും ആ 16 ലക്ഷം വെച്ചിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഇത്ര വീട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കർണാടക ഗവൺമെൻറ് ആയിക്കോട്ടെ, ബാക്കിയുള്ളവരായിക്കോട്ടെ, ആരാണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള NRI കമ്മ്യൂണിറ്റി പലരും ഓഫർ ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു വീടിന് 30 ലക്ഷം രൂപ. ഓക്കെ, എങ്ങനെ ആ എമൗണ്ട് അറൈവ് ചെയ്തു? എന്താണ് ഫെസിലിറ്റി? അതിനൊരു സിസ്റ്റം ഉണ്ടോ? ഗവൺമെൻറ് പ്രസൻറ്റ് ചെയ്യാണ്. അപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന് വ്യക്തമാക്കണമായിരുന്നു. അവിടെയാണ് ആളുകൾക്ക് സംശയം വരുന്നത്. മാത്രമല്ല 750 കോടി ഓൾറെഡി 1100 കോടിയുടെ അടുത്ത് ഇവിടെ ഉണ്ട്. ഇനി ഈ 16 പലരും ഇപ്പോൾ വീട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതും സർക്കാരിലൂടെ മാത്രമേ കൺസ്ട്രക്ഷൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഒരാളുടെ അഡീഷണൽ അഡ്വാൻറ്റേജ് അവിടെ വരികയാണ്. അത് 30 ലക്ഷം ആക്കിയപ്പോൾ കൂടിയപ്പോൾ കുറച്ച് ഫണ്ട് അതിൽ കൂടി വരുന്നു. ആ വരുന്ന ഫണ്ട് വരുമ്പോൾ ഇവിടെ സർക്കാർ 750 കോടി ചിലവാക്കേണ്ട ആവശ്യം വരില്ല എന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെപ്പോലെ മറ്റുള്ളവരും തെറ്റിദ്ധരിച്ചാൽ അത് തീർച്ചയായിട്ടും ഈ സംശയങ്ങളെല്ലാം വരും. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പലരും ഊരാളുങ്കലിന് കൊടുക്കുന്ന വഴി ഒരു വിഹിതം തിരികെ CPM-നെ തന്നെ കിട്ടും കമ്മീഷനായിട്ടൊക്കെ എന്നുള്ള പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. അതേപോലെ ഇപ്പോൾ നമ്മുടെ കലങ്ങിനായാലും റോഡിനാണെങ്കിലും പോലും കൊട്ടേഷൻ നൽകേണ്ടി വരുന്നു. എന്നാൽ ഇത്ര വലിയൊരു പദ്ധതിക്ക് യാതൊരു കൊട്ടേഷനും സ്വീകരിക്കാതെ ഒരൊറ്റ സൊസൈറ്റിയിലേക്ക് ഭരണകൂടം എത്തിയിരിക്കുന്നു എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒട്ടേറെ ആളുകൾ കുറിക്കുന്നുണ്ട്. അതിനോടൊക്കെ അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, വളരെ വ്യക്തമാണ്. ഇത് ആർക്ക് വരുന്നു, ആര് എടുക്കുന്നു എന്നുള്ളതല്ല. ഒരു ടെൻഡറിങ് പ്രോസസ്സ്, സർക്കാർ ഇടപെടുന്നിടത്തൊരു ടെൻഡറിങ് പ്രോസസ്സ് ഇല്ലെങ്കിൽ, ഇപ്പം ഞാൻ പറയാം, ഒരു സർക്കാർ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും ഒരു നിശ്ചിത തുകയ്ക്ക് മീതുള്ള സ്റ്റേഷനറി വാങ്ങിക്കുകയാണെങ്കിൽ പോലും, മെഷീനറി പോട്ടെ, മെഷീനറി കുറച്ച് കോസ്റ്റില്ലേ, അതിന് പോലും കൊട്ടേഷൻ എടുക്കണമെന്നുണ്ട്. അത് ഗവൺമെൻറ് ഓൾറെഡി റൂളിലുള്ളതല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെ ഇതിലിങ്ങനെ നടത്താൻ കഴിയും? അപ്പോൾ ജനങ്ങൾ അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല. അത് ഒരു ഗവൺമെൻറ് കൃത്യമായതാണ് ഇത്തരം സംശയങ്ങൾ വരാതെ ഇതിനെ വളരെ കൃത്യമായി ഇതിനെ കൊണ്ടുപോകുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഉമാ തോമസ് MLA-ക്ക് ഉണ്ടായ അപകടം അങ്ങ് അറിഞ്ഞാണല്ലോ. ഇപ്പം അന്തരിച്ച PT-യുമായിട്ടാണെങ്കിലും ഉമാ തോമസ് MLA-ആയിട്ടൊക്കെ അത്യാവശ്യം വ്യക്തിബന്ധം കൂടി ഉള്ളൊരു ആൾ കൂടിയാണല്ലോ അങ്ങ്. ആ അപകടം എല്ലാ സംവിധാനങ്ങളുടെയും വീഴ്ചയല്ലേ? എങ്ങനെയാണ് ആ അപകടത്തെ നോക്കിക്കാണുന്നത്? അല്ല, ഇപ്പോൾ ഇന്നത്തെ ഒരു പത്ര റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ സ്റ്റേഡിയം ഇങ്ങനത്തെ പരിപാടിക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഒന്ന് വളരെ വ്യക്തമാണ്. സ്റ്റേഡിയത്തിനൊരു പർപ്പസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസ് അങ്ങനെ. പക്ഷേ ഒരു GCDക്ക് വരുമാനത്തിന് വേണ്ടി അവർ നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ ഒട്ടനവധി കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായും GCDക്ക് വേറെ ഫണ്ടിങ് ഇല്ലാത്തതുകൊണ്ട് ഇത്തരം കൊടുത്തിരുന്നു. പക്ഷെ കൊടുക്കുമ്പോഴും എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ അവിടെ ഓൾറെഡി സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിനൊരു ഫിക്സഡ് ബാരിക്കേഡ് ഉണ്ട്. ആ ബാരിക്കേഡിൻ്റെ ഒരു 4 അടി 5 അടി ഹൈറ്റുള്ള ബാരിക്കേഡിൻ്റെ മുകളിലാണ് സ്റ്റേജ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ വെറുതെ ഒരു റിബൺ പോലത്തെ, ബാങ്കിൽ ഇപ്പോൾ നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ സൈഡിൽ വെക്കുന്ന സ്റ്റീലിൻ്റെ, അതിന് ബേസ് ഉറപ്പിച്ചിട്ടില്ല. ആ ബേസ് ഉറപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. അപ്പോൾ അത്തരത്തിൽ ബാരിക്കേഡ് കൊടുക്കാതെ ചെയ്തതിൽ തീർച്ചയായും അത് സുരക്ഷാ സംവിധാനങ്ങൾ, പിന്നെ അതിൻ്റെ പിന്നാമ്പുറത്ത് വരുന്ന കഥകളാണെങ്കിൽ അതിന് ഒട്ടനവധി കോടികൾ തട്ടുന്നതിലേക്കും ബാക്കിയും പോയിട്ടുണ്ട്. അതിൽ സിനിമാ നടികളെ പോലും ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ പേരെടുക്കുന്നതിന് വേണ്ടി പോയി എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. മനസ്സിലായോ? അപ്പോൾ പ്രത്യേകിച്ച് ആ കുടുംബത്തിന്, ഇപ്പോൾ PT തോമസിൻ്റെ മരണം നമുക്കെല്ലാവർക്കും അറിയാം. അതിനുശേഷം ഉമാ തോമസിന് അത്തരത്തിൽ വരുമ്പോൾ അത് തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായിരുന്നു. അതിന് നമ്മൾ പ്രശ്നം എന്താണ്? നമ്മൾ ഓരോ കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നത്. എന്നുകൊണ്ട് ഇതിന് മാറ്റം വരാനൊന്നും പോകുന്നില്ല. ഇനി അടുത്തൊരു പരിപാടി വന്ന് ഇതുപോലെ വരുമ്പോഴായിരിക്കും നമ്മൾ ഈ അന്നുണ്ടായില്ലെന്ന് ചോദിക്കുന്നത്. നമ്മുടെ സിസ്റ്റത്തിലാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ആ സിസ്റ്റം പെർഫെക്ഷൻ ഇല്ല അവിടെ. അത് ഒഫീഷ്യൽസാണ്. ഒഫീഷ്യൽസിന് ഇപ്പോൾ ഒരാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ അയാൾ പിരിച്ചുവിടുന്നതിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായും കുറച്ചുകൂടി ഇനി വരുന്നവർ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ, ഈ കഴിഞ്ഞ ദിവസം തന്നെ ഫ്ലവർ ഷോ GCDയുടെ തന്നെ ആഭിമുഖ്യത്തിൽ മറൈൻ ഡ്രൈവ് നടക്കുന്നതിനായിട്ടും സമാനമായ ഒരു അപകടം ഉണ്ടാകുന്നു. ഈ എങ്ങനെയും വരുമാനം നേടുക അല്ലെങ്കിൽ നഷ്ടത്തിലാവുന്ന സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന പൊടിക്കൈകൾ, അതിൻ്റെ സുരക്ഷാ ക്രമീകരണം മറ്റും നോക്കാതെ ചെയ്യുന്നതും അപകടത്തിനൊക്കെ കാരണമാണ്. സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നൊരു തോന്നൽ അങ്ങേക്കുണ്ടോ? വളരെ ഇതാണല്ലോ. നമ്മൾ നിയമങ്ങൾ പക്ഷേ നടപ്പിലാക്കുന്നുണ്ടോ? തീർച്ചയായും നടപ്പിലാക്കുന്നുണ്ട്. എങ്ങനെയും നടപ്പിലാക്കുന്നുള്ളത്, ഒരു കൃത്യതയോടെ നടപ്പിലാക്കുന്ന സിസ്റ്റം ഇവിടെ ഇല്ല. അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ വളരെ മാറ്റങ്ങൾ അതിന് കൊണ്ടുവരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇതൊരു ശാശ്വതമായ പരം കാണുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പം അതിനൊരു മറ്റൊന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം എനിക്കൊരാളൊരു ഫോട്ടോ ഇട്ട് തന്നിരുന്നു. അതായത് നമ്മളിപ്പോൾ വലിയ ക്യാമ്പയിനാണല്ലോ, വേസ്റ്റ് വലിച്ചെറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ല.
ഈ ഫ്ലവർ ഷോ നടക്കുന്ന ആ മറൈൻ ഡ്രൈവിൻ്റെ തൊട്ട് താഴെ ആ കായലിൽ കിടക്കുന്ന വേസ്റ്റിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് ഇടുന്നത്. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫോട്ടോ ഇട്ടുന്നു. വലിയൊരു ഫ്ലവർ ഷോ, എത്രയോ ആളുകൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പുറത്തുനിന്നുള്ള ഈ വിസിറ്റേഴ്സ് വരുമ്പോൾ അവരും കൂടി കാണാൻ പോകുന്ന, അവർ കാണുമ്പോൾ തൊട്ട് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് മുഴുവൻ വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ടൂറിസത്തെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ടൂറിസത്തിൻ്റെ സൗകര്യം ഉണ്ടാക്കിയിട്ടാണോ? ഞാൻ മൂന്നാർ ഇപ്പോൾ ഈ വെക്കേഷനിൻ്റെ ഫാമിലി മകളും കുട്ടികളും വന്നപ്പോൾ ഞാൻ മൂന്നാർ പോയിണ്ടായി. 2 സ്ഥലത്ത് എനിക്ക് 1.5 മണിക്കൂർ വെറുതെ ബ്ലോക്കിൽ പെട്ട് കിടന്നു. അവിടെ ഈ ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടി ഇത്രയും ആൾ വരുന്ന സ്ഥലമാണ്. പോലീസില്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളില്ല. ബോട്ടിങ്ങിലേക്ക് പോകുന്ന സ്ഥലങ്ങൾ പ്രായപ്പെട്ട ആളുകൾ ഇവർ പോകുന്നുണ്ട്. ഒരു സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല. എത്രയോ ആളുകൾ വന്ന് പോകുന്നുണ്ട്. ടൂറിസം ശരിക്ക് സർക്കാരിന് ഏറ്റവും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. പക്ഷേ അതിന് പ്രോപ്പറായിട്ട് പോലും എന്ത് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടില്ല. ഞാൻ സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. PV അൻവറിൻ്റെ രാഷ്ട്രീയ പ്രവേശനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ അദ്ദേഹം ഒരു യാത്ര സംഘടിപ്പിക്കുകയാണ് ഈ വന്യജീവി ആക്രമണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ DCCയുടെ അധ്യക്ഷനാണ്, വയനാട് അധ്യക്ഷനാണ്. ആ യാത്ര കടന്നു വരുന്ന വഴികളിലെല്ലാം യാത്രയിൽ പങ്കുചേരുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. സമാപനവും മുസ്ലിം ലീഗിൻ്റെ ഒരു MP യാണ്. എങ്ങനെയാണ് PV അൻവർ തൻ്റെ രാഷ്ട്രീയ നിലപാട് ഏറെക്കുറെ മനസ്സിൽ കണ്ടതായിട്ട് വേണോ നമുക്ക് മനസ്സിലാക്കാൻ? അല്ല, അതുകൊണ്ടല്ല. ഇതിൽ കേരളത്തിൽ പ്രത്യേകിച്ച് 3 മുന്നണികളാണ്. തീർച്ചയായും ഈ 3-ൽ അപ്പുറമുള്ളതിൽ ഇതിൽ ഏതിലെങ്കിലും ചേരാം എന്നുള്ളതിന് അപ്പുറത്തുള്ള ചോയ്സ് ഇവിടെ ഇല്ല. അവിടെയാണ് പ്രശ്നം. അൻവർ നേരത്തെ കോൺഗ്രസ്സിലുണ്ടായിരുന്ന ആളാണ്. അയാളുടെ ഫാദറായിട്ടും അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ടാണ് ഇടതുപക്ഷത്തേക്ക് വരുന്നത്. അദ്ദേഹം അവിടെ മത്സരിച്ചു. അവിടെ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവിടുത്തെ മുനിസിപ്പാലിറ്റികളിൽ പോലും അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് പല മുനിസിപ്പാലിറ്റികളും കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയും. മലപ്പുറം ജില്ലയിലാണ് മുസ്ലിം ലീഗിന് ഏറ്റവും അധികം സ്വാധീനമുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ CPM-ആയിട്ട് ഇത്രയും അകന്നു കഴിഞ്ഞ നിലയ്ക്ക് അദ്ദേഹത്തിന് 2 ചോയ്സുകളുള്ളൂ. ഒന്ന് NDA മുന്നണി, അല്ലെങ്കിൽ UDF. അപ്പോൾ NDA മുന്നണിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പലർക്കും പോകാൻ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു NDA മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ആശയത്തെ ഉൾക്കൊള്ളുന്ന ഒരാളല്ല. പഴയ കോൺഗ്രസ്സുകാരനും പിന്നീട് കോൺഗ്രസ് എസിൽ വന്ന് DIC വഴിയൊക്കെ NCPയിലടക്കം വന്നൊരു വ്യക്തിയാണ്. അതിൻ്റെ ബ്രദർ ഇപ്പോഴും NCP എസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരേ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അദ്ദേഹം സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കി ആപ്പൊക്കെ വന്ന പോലെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിന് അദ്ദേഹത്തിന് കഴിയില്ല. അത് വളരെ വ്യക്തമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പിന്നുള്ളത് UDF തന്നെയാണ്. അപ്പോൾ UDFിലെ മുഖ്യ കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിനും മലപ്പുറം ജില്ലയിൽ ഇന്നത്തെ അവസ്ഥയിൽ CPM-മായി നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് പോകണമെങ്കിൽ അൻവറിനെ പോലെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സപ്പോർട്ടായിട്ട് ലഭിക്കും. അതുകൊണ്ട് ആ ഒരു നാളെ സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ തുടക്കം അതിലേക്കായി എന്ന് മാത്രമേ അതിൽ കരുതേണ്ടതുള്ളൂ. ഇവിടെ ദേശീയതലത്തിൽ അജിത് പവാറും ശരത് പവാറും തമ്മിലുള്ള തർക്കങ്ങളുടെ മഞ്ഞുരുകുന്നു എന്നൊരു സൂചന അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. കുടുംബപരമായ കഴിഞ്ഞ ദിവസം ക്ഷേത്ര സന്ദർശനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു അവർ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ അത് മഹാരാഷ്ട്രയിലാവട്ടെ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലാവട്ടെ NCPക്ക് ഒന്നും കൂടി കരുത്ത് പകരും. അതോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യം, അപ്പോഴും കേരളത്തിലെ NCPS ഇപ്പം തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണല്ലോ, അവരുടെ ഭാവി എന്താകും? അതിൽ പവാർ കുടുംബം എന്നുള്ളത് വർഷങ്ങളായി അവർ മറ്റെന്ത് രാഷ്ട്രീയങ്ങൾക്കും അപ്പുറം കുടുംബ ബന്ധങ്ങൾ വളരെ കൃത്യമായി സൂക്ഷിച്ചിരുന്ന ഒരു ഫാമിലി സെറ്റപ്പ് അവിടെ ഉണ്ട്. അവരുടെ ബിസിനസ്സിൽ പോലും ആ കുടുംബ ബന്ധങ്ങളിലൂടെയാണ് ഇതെല്ലാം വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് മുതിർന്ന ഇപ്പോൾ ഈ അജിത് പവാറിൻ്റെ അമ്മയാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരാണെങ്കിലും ഈ അത്തരം കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുമ്പോൾ അവരുടെ കുടുംബ അമ്പലങ്ങളുണ്ട്. അവിടുത്തെ പരിപാടികളിൽ ബാക്കി വരുമ്പോൾ തമ്മിൽ സംസാരിക്കാൻ മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം മാനസികമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ സുപ്രിയ സുലയ്ക്കെതിരെ അജിത് പവാറിൻ്റെ ഭാര്യയെ നിർത്തിയതാണ് ഇതിൽ ഏറ്റവും പ്രശ്നമായത്. അതിലാണ് ഈ അകൽച്ച കൂടിയത്. അപ്പോൾ മറ്റൊരു ബ്രദർ മാനെ ആണ് അജിത് പവാറിനെതിരെ മത്സരിക്കാൻ നിർത്തിയത്. പക്ഷേ ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് പവാർ ഫാമിലിയിൽ അജിത് പവാർ ഈ BJP സഖ്യത്തിൻ്റെ കൂടെ ഇപ്പം നിന്നതിന് ശേഷം
41 സീറ്റ് നേടാൻ കഴിഞ്ഞു. പക്ഷേ പവാറിന് 10 സീറ്റേ കിട്ടിയുള്ളൂ. അതിനൊരു വേറൊരു പ്രശ്നം കൂടിയുണ്ട്. സത്യത്തിൽ ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹശിശുക്കളോട് കൂടി തന്നെയാണ് BJPയിലേക്ക് പോകാനായിട്ടുള്ള തീരുമാനം എടുത്തുള്ളൂ. എല്ലാ MLAമാരുടെയും മീറ്റിംഗ് വിളിച്ചു. അവരെടുത്ത തീരുമാനമാണ് 2 മന്ത്രിമാർ ഉണ്ടായിരുന്നവരകത്താണ്, ജയിലിലാണ്. ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളെ വെച്ചുകൊണ്ട് അതിൽ ഒന്നെന്താണെങ്കിൽ ഒരാൾ വാങ്ങിച്ച സ്ഥലം പണ്ട് കാലത്ത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ റിയൽ എസ്റ്റേറ്റ് നിന്ന് വേറൊരാൾ വാങ്ങിച്ച അതിൽ നിന്ന് വാങ്ങിച്ച സ്ഥലമായിരുന്നു. അപ്പോൾ ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് മഹാരാഷ്ട്ര മാത്രമല്ല കേരളത്തിലാണെങ്കിലും ഇന്ന് ആ രജിസ്റ്റർ ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, ഫുള്ളായിട്ട് വൈറ്റ് കാണിക്കില്ല, എമൗണ്ട് കുറച്ച് കാണിക്കും. അപ്പോൾ ഇതിലും അങ്ങനെ സംഭവിച്ചപ്പോൾ ഈ ദാവൂദ് ഇബ്രാഹിമിനെ സഹായിക്കാൻ വേണ്ടി ഏറ്റവും പൈസ കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ED അന്ന് കേസ് എടുത്തുള്ളത്. അത് നിലനിന്നില്ല, അവസാനം ആ കേസൊക്കെ തള്ളിപ്പോയി. അപ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളിലായിട്ട് പാർട്ടിയെ തളർത്തുന്ന ഒരു ഇലക്ഷൻ വരുമ്പോൾ അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പല ആളുകളും അകത്താവാണ്. പ്രഫുൽ പട്ടേലിനെതിരെ നോട്ടീസ്, മറ്റുള്ളവർക്ക് അജിത് പവാർ നോട്ടീസ്, ഇങ്ങനെ പലതും വന്നപ്പോൾ നമുക്ക് പ്രശ്നങ്ങളാണ്. പാർട്ടി ഇതോടുകൂടി തകരുമെന്ന് വന്നപ്പോഴാണ് ശരത് പവാർ അടക്കം എടുത്ത തീരുമാനപ്രകാരം അമിത്ഷായെ ജാംഷഡ്പൂരിൽ പോയി കണ്ടുകൊണ്ട് ഈ അലയൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ശരത് പവാറിൻ്റെ കൂടെയുള്ള പാർട്ടിയിൽ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള പാർട്ടിനടക്കമാണെന്ന് പോകാൻ തീരുമാനിച്ചത്. പക്ഷേ ആ സമയത്താണ് ഇവിടെ കർണാടകയിൽ വെച്ച്, ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം, അന്ന് ഇന്ത്യ മുന്നണി പേരിട്ട് തന്ന അതിൽ ശരത് പവാറിനെ ചെയർമാനെ കൺവീനറാക്കിയിട്ട് കൊണ്ടുവന്നു. അന്ന് ശിവസേന ഉദ്ധവ് താക്കറെ നിർബന്ധമായിട്ടും, അവിടെ മഹാവികാസ് അഘാടി പൊളിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് മാത്രമാണ് പവാർ തൽക്കാലം അതിൽ നിന്ന് പിന്മാറുന്നത്. പക്ഷേ തീരുമാനിച്ചു കുറച്ച് ബാക്കി MLAമാരെല്ലാം 44 അപ്പുറത്തുനിന്ന് 42 പേര് അപ്പുറത്തുനിന്നുണ്ട്. അവർ നേരെ അന്ന് മറ്റേ BJPക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. അതായത് അന്ന് ഈ ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ആളുകളെ സുപ്രീം കോടതിയിലെ ആ ഒരു വിധിയിൽ അയോഗ്യരാക്കി കഴിഞ്ഞാൽ BJP ഗവൺമെൻറ് താഴെ വീഴും. അന്ന് ഈ NCPയിലെ വിഭാഗം കിട്ടിയാൽ മാത്രമേ BJP നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ആ സമയത്താണ് ഇത് നടക്കുന്നത്, മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ തമ്മിൽ ഒരു ഒത്തുചേരലിന് എളുപ്പമല്ല, രാഷ്ട്രീയമായിട്ട് എളുപ്പമല്ല. ചില ആളുകൾ അങ്ങോട്ട് പോകും, ചില ആളുകൾ ഇങ്ങോട്ട് വരാൻ എന്നല്ലാതെ. പിന്നെ മാത്രമല്ല, ശരത് പവാർ ഓൾറെഡി ഇലക്ഷന് മുമ്പേ ഡിക്ലെയർ ചെയ്തു ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ളത്. പിന്നെ അവിടെ ഉള്ള ആരാ, 2 പേരാണ് വൈസ് പ്രസിഡന്റ്മാരുടെ ചാർജ് ആയിട്ടുള്ളവർ. ഒന്ന് സുപ്രിയ സുലെയാണ്, ഒന്ന് PC ചാക്കോയാണ്. PC ചാക്കോയുടെ അവസ്ഥ ഞാൻ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഏത് അവസ്ഥയിലാണ്, കേരളത്തിൽ പോലും അദ്ദേഹത്തിന് ഒന്നുമില്ലാത്ത അവസ്ഥയിലായിക്കഴിഞ്ഞു. ഇപ്പോൾ തോമസ് PC ചാക്കോന് വിട്ട് അവസാനത്തെ 6 മാസം കിട്ടുകയാണെങ്കിൽ എന്നുള്ള നിലയ്ക്ക് ശശീന്ദ്രനുമായിട്ട് ചേർന്ന് പോകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ കരുതുന്നില്ല ഈ അവസരത്തിൽ NCPയും NCPSും വീണ്ടും ഒന്നാവും എന്നുള്ളത്. ഈ അവസരം കാലക്രമേണ മാറ്റങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ ഒരു പക്ഷേ അതിന് സാധ്യത നല്ലത്, ഇപ്പം അതിന് സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു പക്ഷേ അത് സാധ്യമായാൽ തന്നെ ഇപ്പം ഏറ്റവും ഒടുവിൽ PC ചാക്കോ NCPSലും ഒറ്റയ്ക്കായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രഹസ്യയോഗം ശശീന്ദ്രൻ്റെ വീട്ടിൽ നടക്കുകയുണ്ടായി. ഈ രഹസ്യയോഗത്തിന് തൊട്ട് മുമ്പ് തന്നെ ശശീന്ദ്രനും തോമസ് കെ തോമസ് തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഇതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി ശശീന്ദ്രൻ കണ്ടിട്ട് PC ചാക്കോ നൽകുന്ന ഉത്തരവുകളൊന്നും അത്തരത്തിലുള്ള അതിൻ്റെ നീക്കങ്ങൾ മറ്റും ഉണ്ടാകുന്നുണ്ട്. അപ്പം PC ചാക്കോയുടെ ഭാവി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളും ചർച്ച ചെയ്തതാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താകും തുടർചലനങ്ങൾ? AK ശശീന്ദ്രൻ ഇത്തരത്തിൽ മീറ്റിംഗ് സ്വകാര്യമായിട്ട് നടത്തിയെന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. ശശീന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ഈ മീറ്റിങ്ങുള്ളതാണ്. കോഴിക്കോട് ഇതിനു മുമ്പ് അവർ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിളിക്കുന്നതിന് മുമ്പ് കോഴിക്കോട് ഇതുമാതിരി ശശീന്ദ്രൻ്റെ ആൾക്കാരെ വിളിച്ച് ചേർന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ ശശീന്ദ്രൻ ഇല്ലാതെ അവരുടെ ആൾക്കാർ വേറെ ചർച്ച നടത്തിയിരുന്നു. ശശീന്ദ്രൻ വീട്ടിലിപ്പോൾ വേറെ ചർച്ച നടത്തിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ കൃത്യമായി ഇതൊരു പ്രശ്നമാണെങ്കിൽ പുതിയ പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതിൽ കൃത്യമായിട്ട് പോകണം. പക്ഷേ PC ചാക്കോയെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹം എടുത്ത സ്റ്റെപ്പ് എല്ലാം പൊളിഞ്ഞിരിക്കും. മാത്രമല്ല അങ്ങനെ ഒരു മന്ത്രി മാറ്റേണ്ട ആവശ്യമില്ല, മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് അണികൾക്ക് മന്ത്രി ഒരാളുണ്ടെങ്കിൽ അവിടേക്ക് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ന് നിൽക്കുന്ന അങ്ങനത്തെ പഴയ ഒരു ആ രാഷ്ട്രീയ ഇതിൽ ഞാൻ കൃത്യമായി ഇന്ന ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ലല്ലോ. ഇന്നത്തെ ആശയമല്ല ആമാശയമാണല്ലോ ഇന്നത്തെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് PC ചാക്കോനെ സംബന്ധിച്ച് വളരെ പ്രശ്നങ്ങൾ തന്നെയാണ്.
ഇവിടെ KV തോമസ് കോൺഗ്രസിന് പുറത്തേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും PC ചാക്കോ NCPS നിന്നും പുറത്തേക്ക് വരികയാണെങ്കിൽ ഇനി ഏതെങ്കിലും അത് കോൺഗ്രസിലേക്ക് ചേക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, പക്ഷേ എനിക്ക് തോന്നിയില്ല കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നുള്ളത്. കാരണം അദ്ദേഹം ഇവിടെ NCPയിൽ വന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിനെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് എല്ലാ ഇതിലും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർ എടുക്കും. മാത്രമല്ല PC ചാക്കോനെ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അവരുടെ തന്നെ പല ആളുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് അറിയാം, മനസ്സിലായി. അതിനിടയ്ക്ക് PC ചാക്കോ ഒരു ചെറിയ ഒരു വഴി മുന്നിലോട്ട് ഇട്ടിട്ട് സുരേഷ് ബാബുവിനെ പ്രസിഡന്റ് ആക്കാം, ഞാൻ വേണ്ടി ഇവിടുത്തെ പ്രസിഡന്റ് സ്ഥാനം മാറാം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ സ്വകാര്യ മീറ്റിംഗ് വീണ്ടും കൂടിയിട്ടുള്ളത്. അങ്ങനെയാണ് അതിനെ എതിർക്കണം പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായോ? അപ്പോൾ അതൊന്നും എനിക്ക് തോന്നുന്നില്ല, അതിന് സാധ്യതകളില്ല PC ചാക്കോനെ സംബന്ധിച്ച്. ഞാനത് ചോദിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിൻ്റെ നിര്യാണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എത്തി, ഡൽഹി എത്തി സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ഇട്ട സാമൂഹ്യ മാധ്യമ കുറിപ്പിൽ പഴയ കോൺഗ്രസ് നേതാക്കളെ കണ്ടു, വ്യക്തിബന്ധം പുതുക്കി, അത്തരത്തിലുള്ളൊരു പരാമർശമൊക്കെ ആ സാമൂഹ്യ മാധ്യമ കുറിപ്പിലുണ്ടായിരുന്നു. അതായത് അതിനുവേണ്ടിയുള്ള കളം ചാക്കോ ഒരുക്കിയാലും അങ്ങ് പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ യുവനിരയൊന്നും അതിനോട് അംഗീകരിക്കാനുള്ള സാധ്യതയില്ലല്ലോ. അല്ല, അതിൽ പ്രശ്നം എവിടെ ഉണ്ടെങ്കിലേ ഈ പഴയ കാർന്നമാരൊരു ചൊല്ലുണ്ട്, പൈപ്പിനകത്ത് എത്ര നാളിട്ടാലും പട്ടിയുടെ വാല് പിന്നീട് വളഞ്ഞേ നിൽക്കുള്ളൂ എന്ന് പറയില്ലേ. അപ്പോൾ ഓരോ വ്യക്തികളെക്കുറിച്ച്, ഞാൻ ചാക്കോൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഓരോ വ്യക്തികളെക്കുറിച്ച് ജനമനസ്സുകളിലും രാഷ്ട്രീയക്കാരുടെയിലും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഞാൻ അതുകൂടി കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് പ്രായമായി. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു ഒറ്റയ്ക്ക് വന്നുകൊണ്ട് അങ്ങനെ കോൺഗ്രസ്സിൽ വന്ന്, കാരണം കോൺഗ്രസ്സിൽ അങ്ങനെയാണെങ്കിൽ 21 നാളിൽ പലരും മാറി നിൽക്കല്ലേ. തീർച്ചയായും. എന്തുകൊണ്ട് കോൺഗ്രസ് ഇതിനേക്കാൾ പ്രശ്നമില്ലാത്ത ഗുലാം നബി ആസാദ് പോലെയുള്ള ഇന്നത്തെ ഒരു അവസ്ഥയിൽ അങ്ങനത്തെ ആളുകളെ കൂടി തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു കടമില്ലേ കോൺഗ്രസ് കൊണ്ടുവരുന്നുണ്ടോ? അപ്പോൾ പിന്നെ ഇതിനൊരു സാധ്യതയുണ്ട്. പിന്നെ ഒരാളുടെ മരിച്ച സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണുമ്പോഴുള്ള വ്യത്യാസം, എത്ര അഭിപ്രായ വ്യത്യാസങ്ങളിൽ കാണുമ്പോൾ ചിരിക്കും, സംസാരിക്കും, അത് നമ്മൾ മറ്റേ രാഷ്ട്രീയത്തിൽ നിന്ന് വേർതിരിച്ച് കാണാം. ഇത്തരത്തിൽ വായിക്കേണ്ടതായിട്ടില്ല. ഇല്ലില്ല, ഇതുമായി കൂട്ടി വായിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രതിഭയുടെ മകൻ്റെ പ്രതിഭ വലിയ വാർത്തയായതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ദിവസം CPM-ൻ്റെ ഒരു പാർട്ടി വേദിയിൽ തന്നെ മന്ത്രി സജി ചെറിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് കുട്ടികൾ ആകുമ്പോൾ പുകവലിക്കും. അതിനകത്തൊക്കെ എന്താണ് അസാധാരണമായിട്ടുള്ളത്? താനും ജയിലിൽ കിടന്ന കാലഘട്ടത്തിലൊക്കെ സിഗരറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും താൻ പുകവലിക്കുന്ന ഒരാളാണ്, MD പുകവലിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ്. ഒരു മന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരാൾക്ക് നടത്താൻ പറ്റിയ പ്രസ്താവനയാണോ? അല്ല, അത് അദ്ദേഹം തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഇത് പുകവലിക്കല്ല, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചിട്ടുള്ള കഞ്ചാവാണ്. മാത്രമല്ല അദ്ദേഹത്തെ അവിടെ സ്ഥലം മാറ്റം ചെയ്തു. തീർച്ചയായും. അല്ലാത്തൊരിതാണെങ്കിൽ സ്ഥലം മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൽ മാത്രമല്ല ഈ പ്രതിഭയെക്കുറിച്ച് CPM-ൽ തന്നെ വ്യക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവരിതിനു മുമ്പും പല കാര്യങ്ങളിലും ഈ പറഞ്ഞ പല പ്രശ്നങ്ങൾ നമുക്ക് അറിയാം നേരത്തെ മുതലേ. അതിലൊക്കെ പാർട്ടിക്കകത്ത് തന്നെ, ആലപ്പുഴയിൽ തന്നെയുള്ള പാർട്ടിക്കകത്ത് തന്നെ അവരെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് അതൊന്നൊരു ഒരു പാരൻ്റ് ആണെങ്കിൽ, സജി ചെറിയാൻ ഒരു പാരൻ്റാണല്ലോ, മന്ത്രിയുടെ അപ്പുറം മന്ത്രിയെ വിടുക, അദ്ദേഹം പറയേണ്ടതല്ല. മന്ത്രി എന്നുള്ളതിനപ്പുറം ഒരു പാരൻ്റ് ആണെങ്കിൽ, അതായത് തെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റീവ് മെഷേഴ്സിലേക്ക് കൊണ്ടുവരാനുള്ള സിസ്റ്റം കേരളത്തിലുണ്ട്. അത് എക്സൈസാണ്, മനസ്സിലാവും. സർക്കാർ തന്നെ ഒട്ടനവധി പൈസ ചിലവാക്കിയിട്ടാണല്ലോ ഈ വിമുക്തി എന്ന പ്രോജക്റ്റ് കൊണ്ടുവന്നത്. അതിൽ ഏറ്റവും കൂടുതൽ എക്സൈസ് ഇതിനേക്കാൾ കൂടുതൽ ആക്റ്റീവായിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ചെല്ലണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മലപ്പുറം ജില്ലയിൽ വിമുക്തിയുടെ ഒരു കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുള്ളൂ. അവർ വളരെ കാര്യമായിട്ടുള്ളതല്ല, പക്ഷേ ഇൻഫർമേഷൻ കിട്ടാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇന്ന് അവർ വളരെ അത്തരം ഓരോ ചാനൽസും കൃത്യമായി കിട്ടുകൊണ്ട് ഈ കണക്ട് ചെയ്തുകൊണ്ട് പലരും മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം പിടിക്കുന്നത്, അല്ല കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് അതിലേക്ക് ആവശ്യമായ, അതായത് കുട്ടികളാണെങ്കിലും അതിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും പാരൻസ് അവരെ മോണിറ്റർ ചെയ്യലും അത്യാവശ്യമാണ് എന്നാണ് ഒരു പാരൻ്റ് എന്നുള്ള എനിക്ക് പറയേണ്ടത്. മന്ത്രി ആയതുകൊണ്ട് എന്തും പറയാമെന്നുള്ളതല്ല, മന്ത്രി ആയതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്. വാക്കുകൾ അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ പലരുടെയും വായിൽ നിന്ന് വരുന്നതല്ലല്ലോ. തീർച്ചയായും. ഇത് അത് മന്ത്രിയാവട്ടെ അല്ലാത്തവരാവട്ടെ, നമ്മുടെ ഇത് വിടുവായുത്തമാണ് കൂടുതൽ വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗവർണറിൻ്റെ മാറ്റം
നമ്മളെല്ലാം ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഇപ്പോൾ പുതിയ ഗവർണർ സംസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഒരു നീക്കമുണ്ടായത് അദ്ദേഹത്തിൻ്റെ ജീവനക്കാരെ സംസ്ഥാന സർക്കാർ ഒഴിവാക്കിയിരുന്നു. എന്നാൽ അതേ ജീവനക്കാരെ തിരിച്ചു വിളിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതായത് കുപ്പി മാറുന്നതേ ഉള്ളൂ, വീഞ്ഞ് പഴയ വീഞ്ഞ് തന്നെയാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗവർണറുടെ പൊസിഷൻ എന്നുള്ളത് അതിന് മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള പല അപ്പോയിൻമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നല്ല രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സ് അങ്ങനെയുള്ളൊരു സെലക്ഷൻ ഉണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്ന് കേന്ദ്രത്തിലെ ഭരിക്കുന്ന സർക്കാരിന് ആവശ്യമായി അവർക്ക് ഇവിടെ വോട്ട് നേടുന്നതിന് എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റുന്നു അങ്ങനത്തെ ആളുകളുടെ അപ്പോയിൻമെൻറ്റ്സിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വന്നപ്പോൾ തുടക്കത്തിലെ കല്ല് കടിക്കേണ്ട വെച്ചിട്ട് മന്ത്രിമാരെല്ലാവരും പോയി സ്വീകരിച്ചു എന്നുള്ളതല്ലാതെ മറ്റേ ആൽബമുഖാൻ പോകുന്ന സമയത്ത് അത്തരത്തിലുള്ള യാതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവർ തുടക്കത്തിലൊരു വാം വെൽക്കം കൊടുത്തു എന്നതിനപ്പുറം മാറ്റങ്ങളൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായും ഒരു വന്ന ഉടനെ അത്തരത്തിൽ പ്രശ്നങ്ങളില്ലെങ്കിലും കാലക്രമേണ ഈ BJPയുടെ ഇതിൽ നിന്ന് വരുന്ന ഒരാൾ, പ്രത്യേകിച്ച് അദ്ദേഹം RSSൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ്, നമ്മൾ കൂടുതലും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഗവൺമെൻറ്റും എന്ത് ചെയ്യണം, ആ ഭരണഘടന അനുസരിച്ചിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ പോവുകയാണെങ്കിൽ ഗവർണർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ അത് വലിയ മാറ്റങ്ങളൊന്നും താങ്കൾ പറഞ്ഞ പോലെ ഈ കുപ്പിയുടെ പുറത്ത് മാത്രമേ പേര് മാറ്റിയിട്ടുള്ളൂ, അകത്തിപ്പോഴും കള്ള് തന്നെയാണെന്ന് പറഞ്ഞില്ലേ, അതാണ് സംഭവിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ വ്യക്തവും വസ്തുനിഷ്ഠവുമായ നിലപാടുകളാണ് NCP സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ NA മുഹമ്മദ് കുട്ടി നമ്മോട് പങ്കുവച്ചത്. നന്ദി. നമസ്കാരം.